അപ്പകടികളെ ഇന്നത്തെ പരിപാടി ചെറിയൊരു കറക്കാണ്. ഇന്ന് വണ്ടി എടുത്ത് ഞാൻ നേരെ പോയത് നമ്മുടെ മെയിൻ സിറ്റിയിലുള്ള നൈഫ് ഏഞ്ചൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് വെച്ചിട്ട് അധികം നാളായിട്ടില്ല, റീസെൻ്റ്ലി 2-3 വീക്സ് ആയിട്ടുള്ളൂ ഈ നൈഫ് ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് പ്ലമൗത്ത് കൗൺസിൽ ഇവിടെ വെച്ചിട്ട്. എന്നാൽ പിന്നെ ഇതൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ചെന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നൈഫ് വെച്ചിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയേക്കണത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. Come give me a hug if you're in the getting rough. You can find me in the club. Bottle full of bug. Mama, I got what you need if you need to fill a buzz. I'm in the having sex, I ain't in the making love. So come give me a hug if you're in the getting rough. അങ്ങനെ ഈ ഒരു ദി നൈഫ് ഏഞ്ചലിൻ്റെ ഹിസ്റ്ററിയും അവരിവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇത് കാണാൻ ഒരു മാലാക നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം മാലാകയല്ല, നൈഫ് ഏഞ്ചലാണ്, കത്തി മാലാക. അങ്ങനെ ആ ഒരു മാലാകനെ കാണാനാണ് ഇവരെല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് നല്ലൊരു വെതർ ആയതുകൊണ്ടും കുറേ ടീമുകൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് കാലത്ത് തന്നെ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, അമ്മച്ചി എന്തോ സ്ക്രാച്ച് ആൻഡ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതെന്തെങ്കിലും ആവട്ടെ, ഇനിയാണ് എൻ്റെ ഷോ. ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ നമ്മുടെ സെറ്റപ്പ് എന്തൊക്കെയും. ഇതാണ് പ്ലെമൗത്തിൻ്റെ സെറ്റപ്പ്, ഹോയ് ബീച്ച് പ്ലസ് പാർക്ക്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണത്. ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമാണത്. കാരണം കൂടുതൽ ആൾക്കാരും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എല്ലാത്തിനും വരുന്നത് ഇവിടെയാണ്. പിന്നെ വെതറും മാറി തുടങ്ങിയല്ലോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു വെതർ ആയതുകൊണ്ട് ഇത് കണ്ടില്ലേ, ടീമുകൾ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് പോണതാണ്. എല്ലാം നല്ല കട്ട ടീമുകളാട്ടാ. നല്ല ഫുട്ബോൾ കളി എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതിനു മുമ്പ് അവന്മാർ കളി നിർത്തി. കളി തുടങ്ങിയിട്ട് കുറേ നേരമായി. അങ്ങനെ അവന്മാരെ കളിയും കഴിഞ്ഞ് അവന്മാരുടെ കാര്യം നോക്കി അവന്മാരങ്ങോട്ട് വിട്ടു. ഞാനപ്പോൾ നേരെ വീണ്ടും ഹോയിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ബസ് നമുക്ക് താഴത്തേക്കൊക്കെ പോയി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെയും ആ ബസ്സിൽ കയറിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൂടെ അതിലൊരു യാത്രയുണ്ട്. അതിങ്ങനെ പോയി കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ ടവറിൻ്റെ നേരെ താഴെയാണ് ബീച്ച് കാണാനും ഒക്കെ നല്ല രസമുള്ള ബീച്ച് തന്നെയാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അവിടെ കിടപ്പുന്നുണ്ട്. പിന്നെ ബീർ വേണ്ടവർക്ക് ചെറിയൊരു വൈൻ ഷോപ്പ് പോലത്തെ ഒരു സെറ്റപ്പും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവർ ഇതിനകത്ത് എഴുതി വെച്ചാണോ വെൽക്കം ടു പ്ലെമൗത്ത് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ലോങ് വ്യൂവും ഷോർട്ട് വ്യൂവും ഒക്കെ കാണാൻ നല്ല രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ നേരെ താഴെ ബീച്ചിൻ്റെ കേസ് ഞാൻ പറയണ്ടല്ലോ. ഏത് അങ്ങനെ ബീച്ചിലെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക്. ഏത് പെട അപ്പം എന്നത്ര ഉള്ളൂ. ഓക്കെ, ബൈ.